സത്യം. നിന്നോട് ഞാൻ മുമ്പ് സംഭവിക്കൂല. പക്ഷെ എനിക്ക് പറ്റിപ്പോയി. എടി ഇതെവിടെയായിരുന്നടി? എത്ര നേരായി തനിക്ക് ഇഷ്ടപ്പെട്ട മത്തി വറുത്ത? മത്തി പൊരിച്ചാണല്ലോ. എന്നിട്ട് പിന്നെ എന്താ ഞങ്ങളെ പിന്നെന്തുണ്ടാവാനാ? ഒരു ദിവസം ഞാൻ നിന്റെ അച്ഛനും കൂടെ വണ്ടിയെടുത്ത് തറവാട് വീടിന്റെ പിന്നിൽ പോയിരുന്നു. അപ്പൊ ഇറങ്ങി വരുന്നു ആര്? നിന്റെ അമ്മ. എടോ താൻ ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? തരാം. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ദൂരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഒരു അമ്പലത്തിലേക്കാണ്. അവിടെ എത്തുന്നു, കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മാല അങ്ങോട്ടും ഒരു മാല ഇങ്ങോട്ടും, അത്രയല്ലേ? അതന്നെ. അത് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോലുള്ള പുകയിലാണോ? പുകയില് അല്ലേടോ? നിന്റെ അമ്മയുടെ ആകളമാര് ഞങ്ങളെ കൊല്ലും കുത്തുന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അതെ, എനിക്കൊരു ഡൗട്ട്. ഞാൻ ഒരുത്തിന്റെ കൂടെ ചാടിപ്പോയ നിങ്ങൾ എന്ത് ചെയ്യും? മുട്ടുകാല് തല്ലി ഓടിച്ചേ ഞാൻ അകത്തിട്ട് പൂട്ടും. പടക്ക കമ്പനിയിൽ ആടയടാ പുറത്തേണ്ടി നിന്റെ ഫോണില് വാട്സപ്പിലല്ല ഫുൾ ഡയലോഗ് ഇടണ്ട. ഇതാടാ ഞാൻ പറഞ്ഞ കൊച്ചി. കൊള്ളാലേ? സംഗതി കൊള്ളാം, പക്ഷേ നിനക്ക് സെറ്റ് ആവില്ല. കറക്റ്റ്. അവളോട് കഥകളാ. പിന്നെ എടാ ഗ്ലാമർ ഒരു കാര്യമില്ലടാ, അതൊക്കെ ആണുങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. എക്സ്പീരിയൻസ് ഉള്ളവര് പറയണേ. എടാ എന്റെ അയൽപക്കത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, സൂപ്പർ ചേച്ചിയാടാ. ചാടി പോയതോ ഒരു ഉണക്ക ചാത്തനോട്. സെറ്റായാലും ആദിക്ക് ജാൻവി പ്രേതി അമ്മയോടാണ് കിടക്കല്. ഒറ്റയ്ക്ക ഞാൻ നമ്പർ ഒന്നും വിളിക്കൂ. വേണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണേ? അമ്മ ഉറങ്ങി പതുക്കെ സംസാരിച്ചത് ആരും കേക്കില്ലേ? എത്ര ദിവസമായിട്ട് അവളുടെ പുറകെ കിടക്കുന്നു. അവള് മൈൻഡ് പോലും ചെയ്യണ്ടടാ. നീ ധൈര്യമായിട്ട് എന്ന് പറയടാ. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പേടിയടാ. ഓ, ഫോണിൽ കൂടെ പറയാൻ പറ്റുമോ നിനക്ക്? എന്തേ? എന്നാ വഴിയാ കണ്ടത്? 2 ഓപ്ഷൻ്റെ ആയിട്ടുള്ളൂ. പപ്സാ? ഹലോ, ജാൻവി അല്ലേ? ഇതാരാ? ഇത് ഞാനാ, ആദി, കൊമേഴ്സിലെ ആദിത്യൻ. ഇയാൾക്ക് എന്താ വേണ്ടേ? അതെ, എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാ. കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? നീ ആരടാ? നിനക്ക് എന്താ വേണ്ടേ? രാത്രി നിന്റെ ഏത് ഞരമ്പിലാടാ കുഴപ്പം? നീ എന്താടാ വിചാരിച്ചേ? നിന്റെ വീട് എവിടെയാടാ? പറ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. നിന്റെ പ്രശ്നമൊക്കെ ഞാൻ തീർത്തു തരാം. സത്യം പറഞ്ഞോ? നീ ഒരു ലൈം ജ്യൂസിന് 2 മുട്ട പപ്സിന് ഞങ്ങൾ ഒറ്റ കൊടുക്കണി പന്നി. സത്യമായിട്ട് ഇത് അവള് തന്ന നമ്പർ ഞാൻ എന്തിനു വെച്ച് കൊടുക്കണം? പിന്നെ ഇതുക്കും ചെറിയ ഡീലിങ്സ് എനിക്ക് അവിടെ ബർഗർ സാൻഡ്വിച്ച് കിട്ടണം. അപ്പോഴാണ് അവന്റെ 2 മുട്ട പപ്സ്. ഞാൻ വേണമെങ്കിൽ ഒന്നോടും ചോദിക്കണ്ട, ഒന്ന് പോയോടന്ന്. മുട്ട പപ്സ് തന്ന് പറ്റിക്കാൻ നടക്കാം. പോടോടുന്ന് അളിഞ്ഞ കാമുകന്മാരി. അപ്പൊ അവളെ അറിഞ്ഞിട്ട് പണി വന്നാടാ. അവളെങ്ങനെ വിട്ടാ ശരിയാവൂല. ശരിയാവില്ല. ഹലോ ഹലോ, ഞാൻ 2 തവണ ഹലോ എന്ന് പറയണ. അതിനാ ഹലോ റെസ്പോണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതെ ഹലോ, എനിക്കൊരു കാര്യം പറയാണ്ട്. നമുക്കൊന്ന് മാറി സംസാരിച്ചാലോ? എന്തേ? സോറി, താല്പര്യമില്ല. എന്ത് പണ്ടായത്. അതെ, പറയാനുള്ള കാര്യം ഒന്ന് കേൾക്കണം. ശരി, പറ. എൻ്റെ ഫ്രണ്ട് ആദിക്കേന് ഇഷ്ടം. ശരിക്കുള്ള ഇഷ്ടം. ഡീപ്പ് ലവ്. എനിക്കിഷ്ടല്ല.
ഓക്കെ? അതിന് അവനെ ഇവള് കണ്ടിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ ഇഷ്ടല്ലാന്ന് പറയണേ. കോഴി ഇങ്ങോട്ട് ഓ ഇവനിപ്പോ എന്തിനു കേടാ? എന്താടാ എന്താ? എടാ, ഒരുത്തന് ഒരുത്തി ഇഷ്ടമാണ്, ആ. അവക്ക് അവന് ഇഷ്ടമല്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? തുപ്പി കളയണം, എന്നിട്ട് അടുത്ത് നോക്കാൻ പറയണം. ശ്ശേ. ഒരു കാര്യം ചെയ്യ്, അവനോടൊരു 3 കേസ് വേറെ പിടിക്കാൻ പറ. ആരെങ്കിലും സെറ്റ് ആവാണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ ആ ട്രാക്കിലായിരിക്കൂലേ? യെസ്, എനിക്കമ്മേ അന്ത ട്രാക്ക് താൻ തമ്പി. വെറുതെ അല്ല കോഴിന്ന് എടുക്കുന്നത്. എന്താ? ഏയ് എന്നെ സയൻസിലെ സോന അന്വേഷിക്കണ്ടായിരുന്നു. എന്നിട്ടാടാ ദുഷ്ട എന്നെ ഇത്ര നേരം പിടിച്ചെടുത്ത് വർത്താനം പറഞ്ഞത്. ശവം. മേ കമിൻ സർ? യെസ്. എന്താ? നമ്മുടെ ലൈബ്രറിയില് അവിടെ നിന്ന് ഫോൺ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന ആരുടെ ഫോണാണ്, അപ്പോൾ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. അതവിടെ വെച്ചിട്ട് പൊക്കോ. ആ സാറേ, ഒരു സംശയം. ഫോൺ സ്കൂളിൽ നോട്ട് അലോഡ് അല്ലേ? ആണല്ലോ അല്ലേ? അല്ല, അന്നച്ചൻ പറഞ്ഞിരുന്നു ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നേ. നീ ചെല്ല്, അത് ഞാൻ നോക്കിക്കോളാം. Three x raised to 4 plus 7x square minus 5. Sir? Yes. ജാൻവി, പ്രിൻസിപ്പൾ വിളിക്കുന്നു, പോയിട്ട് വരും. ഇത് നിന്റെ ഫോണല്ലേ? കുട്ടിയോടെ ചോദിച്ചത്. അതെ. ഇവിടെ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന് കുട്ടിക്ക് അറിഞ്ഞൂടെ? ഫാദർ, ഞാൻ ഇവിടെ വന്ന ഫോൺ യൂസ് ചെയ്യാറില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിൽ വെക്കാറാ പതിവ്. സാധാരണ ആമ്പിള്ളേരെ ഫോൺ പിടിച്ചാല വേണ്ടാത്ത വീഡിയോസ് കാണാറ്. ഇതിപ്പോ പെൺകുട്ടികളും തുടങ്ങിയോ എന്റെ കർത്താവേ? എന്താ കുട്ടി ഇത്? കുട്ടിയെ കുറിച്ച് എങ്ങനെയൊന്നല്ല കരുതിയിരുന്നത്. ടീച്ചർ, എന്റെ ഫോണിൽ മോശമായിട്ടൊന്നും ഇല്ല. പിന്നെ ഈ കാണുന്നൊക്കെ എന്താ? ഐ ആം അഷേംഡ് ഓഫ് യു. നീയൊക്കെ എന്റെ ക്ലാസ്സിൽ വന്ന് പെട്ടല്ലോ. ടീച്ചറെ ഫോൺ കയ്യിൽ വെക്കി, പാരന്റ്സ് ആരെങ്കിലും വന്നിട്ട് കൊടുത്താ മതി, കേട്ടില്ലേ? നാളെ വരുമ്പോ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വരണം, എന്നിട്ട് കേറിയാ മതി ക്ലാസ്സില്. പൊക്കോ പൊക്കോ. എടി, ഇവളെന്തെടുക്കാനാണ്? ജാൻവി, ജാൻവി, എന്താ പറ്റിയേ? പറ ജാൻവി. എന്താ പ്രശ്നം? അറിയില്ല, കുറെ നേരമൊക്കെ അറിയണേ. നമ്മളൊരു തീരുമാനം എടുക്കണേക്കുമ്പോ ഒന്നും കൂടി ഒന്ന് ആലോചിക്കണല്ലോ. ആദ്യം നമുക്കൊന്നും ഉണ്ടാവില്ല, പുക പയ്യെ പയ്യെ ആയിക്കോളും. അതാണല്ലോ എൻ്റെ ഒരു ഇത്. ആദ്യം എൻ്റെ ഫ്രണ്ട് കൊണ്ട് പറയല്ലോ കേട്ടോ, അവൻ ഭയങ്കര സിമ്പിളാ. എടാ, നമുക്ക് ആദ്യം അവനൊന്ന് പരിചയപ്പെടാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. എന്തേ? നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? എത്ര തവണ പറയണം, എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇനി മേലെ അവന്റെ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത്, മനസ്സിലായോ? വാ.